ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ്, ഇപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിയും കേട്ടോ. രാവിലെ എണീറ്റ് നമുക്ക് ഷീബോധി വെക്കാണ്ട്. അപ്പോൾ ഷീബോധി വെക്കുന്നതിന് മുന്നേ ആയിട്ട് അടിച്ചു വാരി തുടച്ചിട്ടൊക്കെയാണ് വെക്കല്. പിന്നെ വിളക്ക് വെക്കാനുണ്ടായതുകൊണ്ട് രാവിലെ തന്നെ കുളിയും കഴിയും കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വെക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എങ്കിലും ഞാൻ വിളക്ക് വെക്കുന്നതിനുകൊണ്ട് കുളിയൊക്കെ രാവിലെ തന്നെ കഴിയും. അപ്പോൾ ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് സ്റ്റോറേജ് ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഷീബോധി വെക്കുന്ന വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. അപ്പം പോരാത്തതിന് ഇന്നൊരു ഷൂട്ട് ഡേയും കൂടിയാണ് കേട്ടോ. നമ്മുടെ കെട്ടാങ്കല് ഷോപ്പിൽ ഒരു ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മാമൻ്റെ ഫ്രണ്ട്. അപ്പോൾ അതുവഴി അങ്ങനെ ഞാൻ ഏറ്റൊരു പരിപാടിയായിരുന്നു. അപ്പം ഏതായാലും ആ വീഡിയോ എടുക്കുന്നതിന് കൂടി നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവരുടെ മുന്നേ ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നൊക്കെ. അപ്പോൾ എടുക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. രാവിലെ തന്നെ ആരും എണീറ്റാൽ ഭയങ്കര കച്ചറയാണ്. ഒരു വഴിക്ക് അവനെ എങ്ങനെയാ പിടിച്ചു നിർത്തേണ്ട അറിയില്ല. രാവിലെ ഉറക്കെണീറ്റാലുള്ള സ്ഥിരം ഏർപ്പാടാണ് അതിൻ്റെത്. പിന്നെ ഒരു 2-3 മണിക്കൂറത്തേക്കായിരുന്നു നോക്കേണ്ട. പിന്നെ എങ്ങനെയൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഞ്ഞിയൊക്കെ കൊടുക്കണം. കഞ്ഞിയൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ശാന്തമാവും. പിന്നെ അവന് റിലാക്സാണ്. പിന്നെ കളിച്ചും ചിരിച്ചും അങ്ങനെ നടന്നോളും, പ്രശ്നമില്ല. പക്ഷെ ആ ഒരു സമയം, എണീക്കുന്ന സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാനിതാ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. ഷീബോധി വെക്കാൻ നേരത്താണ് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞത്. പിന്നെ അതേമാതിരി ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെയ്യാത്തത് വെച്ചാൽ ഇവിടെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, ഡെക്കറേഷനും അല്ല, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹോം ടൂർ ചെയ്യുന്നതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുവരെ അതൊന്നും വാങ്ങി വെക്കാൻ പറ്റിയില്ല, കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പം കാരണം വെച്ചാൽ അതൊരു മെയിനായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം വെച്ചാൽ കുട്ടൻ വീട് വെക്കുന്ന സമയത്ത് അന്നേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു, കുട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, നെറ്റിപ്പട്ടം വെക്കുക വീടിൻ്റെ ഒരു മുന്നിലേക്ക് നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് അത് വെക്കാന്ന്. ഞാൻ ഇപ്പോൾ വിളക്ക് വെക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് ഇവിടെ ഒരു പൂജാ റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെക്കാന്ന് എന്നോ പറഞ്ഞതായിരുന്നു. പക്ഷേ എങ്കിൽ അതെന്തോ നടന്നില്ല. അപ്പം അത് വാങ്ങിച്ചിട്ട് നമ്മൾ അതും കൂടി വെച്ചിട്ട് നമ്മൾ ഹോം ടൂർ ചെയ്യാന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ഇപ്പം ഏതായാലും കഴിഞ്ഞില്ല. അപ്പം കുട്ടൻ പോയതുകൊണ്ട് കൂടി ഇനിയിപ്പോൾ അടുത്തൊന്നും നടക്കുമെന്നും അറിയില്ല. തൃശ്ശൂരൊക്കെ പോയി വാങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഡിലേ ആയി പോയതാണ്. ഇനിയിപ്പം ഏട്ടൻ വന്നിട്ടായിരിക്കും വെക്കുക. അങ്ങനെ ഷീബോധിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആയു എണീറ്റ് തുടങ്ങി. ആയു ഇങ്ങനെയാണ് എണീക്കാറ്. അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊടുക്കുന്നത് അതിന് കഞ്ഞി കൊടുക്കാനുള്ള അടുത്ത തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ സോപ്പ് ഇട്ടിട്ട് വേണം കഞ്ഞി കൊടുക്കാനും അല്ലെങ്കിൽ രാവിലത്തെ ചായ കൊടുക്കുന്നത്. അപ്പം ഇതിലൂടെ അങ്ങനെ ശരിയാവും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാൻ പോവാം കേട്ടോ, ഷൂട്ടിന് പോകാൻ വേണ്ടി ഞാൻ. അപ്പോൾ എൻ്റെ ഫോൺ കണ്ടപ്പോൾ ആയുവിന് സെൽഫ് ക്യാമറയൊക്കെ അമ്മ വീഡിയോ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആയുവിനെ ആട്ടോ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ കറക്റ്റാണോ എന്നൊക്കെ പോയി നോക്കുകയാണ് കേട്ടോ. എന്താ ബാക്കി എന്താക്കുന്നത്? അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സമയം. പിന്നെ അവിടെ എത്താൻ നേരത്തേക്ക് മഴയൊക്കെ പെയ്ത് നിങ്ങൾ കാണാം. പിന്നെ ഞാൻ നേരെ നീതുവിൻ്റെ വീട്ടിലെത്തി. ഇതാരാണ്? നീതുവിൻ്റെ ഫ്രണ്ടാണോ, നൈബറാണോ, ചേച്ചിയോ? കണ്ടിട്ട് തോന്നില്ല. സ്വന്തോ അല്ലല്ലോ, കസിന.
ഞാൻ വളയൊക്കെ എടുത്തിന്. ഞാൻ തരുമായിരുന്നു, എന്റെ കമ്മലുണ്ടായിരുന്നല്ലോ, പറഞ്ഞൂടെ വന്നതല്ലേ വരണ്ടിയില്ലേനും നല്ല മഴയാണ്. മഴ പെയ്ത് ഭയങ്കര ഇവിടെ കയറി നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി ഏത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ നല്ല നോക്കുകയാണ് കേട്ടോ. പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്തു, ഡ്രസ്സൊക്കെ കിട്ടിയതിന് ശേഷം. ഇതാണ് മനോജ് ചേട്ടൻ, അവിടുത്തെ ചേച്ചി. അത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. നൈസ്, അതെ മോഡലുണ്ട് കേട്ടോ. റീൽസിലല്ലോ ഞങ്ങൾ തന്നെ സെൽഫ് മേക്കപ്പിംഗ് ആണ് അതിലെ. അവിടെ വേറെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. എൻ്റെ ഈവനിങ് കുട്ടികളെ ഷൂട്ടിങ് അല്ലേ. നാലേ ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. ഏകദേശം ഒരു ഡ്രസ്സിന്റെ ഷൂട്ട് കഴിഞ്ഞെങ്കിൽ അവളെ സെക്കൻഡ് ഡ്രസ്സാണ്, അതിൽ ഷൂട്ടുണ്ട്. ഇവിടെ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ലൈറ്റ് ഉണ്ട്. ഓക്കെ അമൃതേശി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നല്ലതാണോ നോക്കട്ടെ. ഇങ്ങനെയുണ്ട് ബീവസിനെ കാണുമ്പോൾ നല്ല ടേസ്റ്റ്. ഇന്ന് ഇതിന് അടിപൊളിയാ. അന്ന് ഷൂട്ടിൻ്റെ അന്ന് ഏകദേശം നല്ല രീതിക്ക് ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിയാനൊക്കെ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അത്രയും ടൈം പ്രതീക്ഷിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനാഗ്രേഷനാണ് കേട്ടോ പോകുന്നത്. ഇനാഗ്രേഷന് പോയി ചായയൊക്കെ കിട്ടി, മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി അവിടുന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവരെല്ലാവരും വേഗം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. വീഡിയോസും കാര്യങ്ങളൊക്കെ അതൊക്കെ കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ വന്നപ്പം തന്നെ എല്ലാവരും വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി നേരെ പോന്നു. അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിതിൻ്റെ കൂടെ ഇടുന്നത്. അപ്പം ഞങ്ങൾ ജൂപ്പിറ്റർ സ്കൂട്ടറൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളെ പേരൊക്കെ എഴുതിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും.